വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? മത്സരമാണ്. അതായത് പുതിയൊരു കോഴ്സിന് അഡ്മിഷൻ വേണമെങ്കിൽ അതിനാദ്യമായി ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് അവിടെ തുടരാൻ പറ്റും അല്ലേ? ആ ഒരു രീതിയിൽ എല്ലാ കോഴ്സുകൾക്കും എൻട്രൻസ് എക്സാം വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തുന്നത് ആ ഒരു രീതിയിലേക്ക് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുഞ്ഞുനാളിൽ മുതൽ നമ്മൾ ആദ്യ അക്ഷരങ്ങളും വാക്കുകളും എല്ലാവരും പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ് അല്ലേ? വീട്ടിൽ നിന്നാണ്. അതിനുശേഷം അവർ അക്ഷരം പഠിക്കാനായി അംഗനവാടികളിലോ കളരികളിലോ പോകുന്നു. അവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വീട് വയ്ക്കുന്നു, അപ്പം അതിന് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുന്നു. അതേപോലെ തന്നെ നമ്മളെന്താണ് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള നല്ല ഒരു സ്കൂളോ അംഗനവാടിയോ അങ്ങനെ എന്താണ് തുടക്കത്തിൽ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു അല്ലേ? അപ്പം വീടിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അടിത്തറയാണ്. അടിത്തറ നന്നായിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് ഉയർത്തി കിട്ടുന്ന വീട് സ്ട്രോങ്ങും ശക്തവും എന്താണ് ഒരുപാട് വർഷങ്ങളോളം നല്ല കരുത്തോടു കൂടി നിൽക്കുന്നതുമായിരിക്കും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ അക്ഷരം പഠിക്കുന്ന സമയം എന്ന് പറയുന്നത്. നമ്മളിപ്പം മലയാളികളാണ്, അതുകൊണ്ട് മലയാളം അക്ഷരം ആദ്യമേ പഠിക്കുന്നു. അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഓരോ അക്ഷരവും വ്യക്തമായിട്ട് ഉച്ചരിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ആ അക്ഷരം എവിടെയൊക്കെ ഉപയോഗിക്കണം, അതുകൊണ്ടുള്ള വാക്കുകൾ എന്തൊക്കെ, അങ്ങനെ ആദ്യം നൽകുന്ന ആ പാഠങ്ങൾ കുട്ടികളുടെ മനസ്സിൽ തറവാകണം. അക്ഷരമാല തറവാകണം. പിന്നീടുള്ള ഒന്നാണ് കണക്ക് എന്നുള്ള വിഷയം. മിക്കവർക്കും പേടിയാണ് കുട്ടികൾക്ക് അല്ലേ? കണക്കെന്ന് പറയുന്ന ഒരു പേടിപ്പെടുത്തുന്ന വിഷയം പോലാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കണക്കിന് കുട്ടികളെല്ലാം ഭയപ്പെടുത്തുന്നത് വെച്ചാൽ നമ്മൾ മലയാളം പഠിച്ച് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കണക്ക് തുടങ്ങുന്നത്. ആ കണക്കിനെ കുട്ടികൾക്ക് പേടിയോടുകൂടിയാണ് സമീപിക്കുന്നത്. അപ്പോൾ ആ പേടി മാറ്റി അത് ലളിതമാക്കി പറഞ്ഞ് മനസ്സിലാക്കി ആ വിഷയത്തോട് അവർക്ക് താല്പര്യം തോന്നിക്കണം. അങ്ങനെ തോന്നിപ്പിക്കുമ്പോഴാണ് നമുക്ക് വിജയം കിട്ടുന്നത്. അങ്ങനെ അവർക്ക് താല്പര്യത്തോടുകൂടി ഓരോ വിഷയങ്ങളും പഠിക്കും. അതിനായിട്ട് നമ്മൾ സഹായിച്ചേ മതിയാവും. കാരണം ആദ്യം അവർക്കറിയില്ല, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത് അല്ലേ? എപ്പോൾ പഠിക്കണം, എപ്പോൾ കളിക്കാനായിട്ട് പോകണം അല്ലേ? ഇങ്ങനെ ഓരോന്നും നമ്മളാണ് ആദ്യമേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളതിനെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അത് പിന്തുടരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും തങ്ങളുടെ കുട്ടികളെ ശരിയായ രീതിയിൽ മാർഗനിർദ്ദേശം നൽകി പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക.